ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുംഭമേളയിലേക്ക് മുസ്ലിങ്ങൾ തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആ പ്രശ്നക്കാരെ തളയ്ക്കാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ശക്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങളുമായി UP സർക്കാർ മുന്നോട്ട് പോകുകയും ചെയ്തു. ആദ്യം തന്നെ ഷഹാബുദ്ദീൻ റിസ്വി ബറേൽവി അദ്ദേഹമാണ് യോഗി ആദിത്യനാഥിന് കത്തു കൊടുക്കുന്നത് കുംഭമേള നടത്തരുത്. അതിൻ്റെ റീസൺ അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാം മതം തകർന്നു പോകുന്നു. ഒരുപാട് മുസ്ലിങ്ങൾ, എത്രയെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാം വിട്ട് സനാതന ധർമ്മം സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് ഈ മതേതര രാജ്യത്ത് ഇസ്ലാം എന്ന മതത്തെ തകർക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ പേരിൽ യോഗി ആദിത്യനാഥ് കുംഭമേളയിൽ നിന്നും പിന്തിരിയാണ്. യോഗി ആദിത്യനാഥ് ആ കത്ത് മൈൻഡ് പോലും ചെയ്തില്ല. 2-3 കത്തുകൾ ബറേൽവി സ്ഥിരം കൊടുത്തുകൊണ്ടേയിരുന്നു, മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടി അതിനകത്ത് സ്റ്റാളുകൾ വേണം. ഇത് എപ്പോഴാണ് പറയണമെന്ന് അറിയാമോ? 40 കോടി ജനങ്ങളെയാണ് മഹാകുംഭമേളയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും 7000 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഈ മഹാകുംഭമേള ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നും അതിൽ ഓരോ ഭക്തർ 5000 രൂപ വെച്ച് ചിലവഴിച്ചാൽ പോലും ഉണ്ടാകുന്ന UPക്കുണ്ടാകുന്ന ലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ്സിനെ കുറിച്ച് യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി അതിൻ്റെ പങ്ക് ഞങ്ങൾക്കും വേണം എന്നായി. ഇത് മതേതര ഭാരതമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും അതിനകത്ത് സ്റ്റാളുകൾ ഇട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം തരണം എന്നായി. യോഗി അതിനും തടയിട്ടു. ഇത് അവിശ്വാസികളുടേതാണ്, കാഫിറുകളുടെ ബഹുദൈവാരാധനയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സംബന്ധിക്കാൻ പാടില്ല. അതിൽ സന്ധിച്ചാൽ അത് തെറ്റ്. അവരുടെ പൂജാ സാധനങ്ങൾ വിറ്റാൽ അത് തെറ്റ്. അതല്ല, അവർ പൂജയ്ക്കു വേണ്ടി, അതല്ലെങ്കിൽ മഹാകുംഭത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്ന ആ പണം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അത് പാടില്ല. അതുകൊണ്ട് സ്റ്റാളുകൾ ഇടാനും സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു വിഷ്വൽ, മഹാകുംഭമേളയിൽ നുഴഞ്ഞു കയറി അവിടെ കാക്കാമാർ നമസ്കരിക്കുന്നു മുസല്ലയിട്ട്. ഇത് മനഃപൂർവ്വം 2 മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി, കലാപമുണ്ടാക്കുന്നതിനു വേണ്ടി ചാവേറുകൾ നുഴഞ്ഞു കയറിയിട്ടുള്ളതാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. കാരണം മഹാകുംഭമേളയിൽ ഒരു കാരണവശാലും സ്നാനം ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങൾക്കോ വിശ്വാസികൾ വരേണ്ടതില്ല. ഇസ്ലാം മതവിശ്വാസികൾ, അവർക്കത് ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് ആ രൂപത്തിൽ സന്ധിക്കാൻ സാധിക്കുന്നത് എന്നതാണ് ചോദ്യം. മനഃപൂർവം മതവിഭാഗങ്ങളെ തെറ്റിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നോക്കിക്കേ, ഉത്തർപ്രദേശിൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 144 വർഷത്തിൽ ഒരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. കോടിക്കണക്കിന് ഭക്തരാണ് അവിടെ വന്ന് ഗംഗാ സ്നാനം ചെയ്യുന്നത് ഓരോ ദിവസവും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത്. അവിടെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സെക്ടർ 18 എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം വിശ്വാസിയായി, ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ നമാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ചിലരൊക്കെ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊക്കെ ഉണ്ട്. പോലീസിനോടൊക്കെ ചിലർ പരാതി പോലെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള വിശ്വാസികളൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല. അത് അദ്ദേഹം ചെയ്തോട്ടെ എന്ന തരത്തിലാണ് കാണുന്നത്. ഇതൊന്നും വലിയ വിവാദമായില്ല. അവിടെ ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന തങ്ങൾ ഒരു കൂട്ടം വിശ്വാസികളുടെ ഇടയിൽ ഒരു അന്യമതസ്ഥൻ വന്നിട്ട് അവന്റെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നും അവിടെ ആരും പോകുന്നില്ല എന്ന് കാണാം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും രാമജപം നടത്തിയാൽ എന്താകും? അതല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു ആരാധന നടക്കുന്ന സമയത്ത് മറ്റൊരു മതവിശ്വാസി അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളോ ആരാധനകളോ ചെയ്താൽ എങ്ങനെയായിരിക്കും ഈ വിശ്വാസി കൂട്ടങ്ങൾ പ്രതികരിക്കുന്നത്? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിൽ കുർബാന നടക്കുകയാണ് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ. ഇവർക്ക് അഭയം വേണമെന്ന് പറഞ്ഞിട്ട് സിറിയയിൽ നിന്ന് കുടിയേറിയ അഭയാർത്ഥികൾക്ക് അവര് ചർച്ചിൽ അഭയം നൽകി. അപ്പോൾ സ്വന്തം രാജ്യത്തെ മതം കാരണം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക്, കാഫിറുകളുടെ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ ആളുകളാണ്. ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനം എന്താണ്? അവരുടെ ജീവൻ മാത്രമാണ്. അപ്പോ അവർക്ക് ആ ചർച്ചിൽ അഭയം നൽകിയപ്പോൾ അവിടെ യേശുവിന്റെ ചിത്രം ഇരിക്കുന്നു, കുരിശിരിക്കുന്നു, ബൈബിൾ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഇത് പറ്റില്ല. നോക്കണേ,
ഇവർ ചേക്കേറി വന്നപ്പോൾ ഇവരുടെ തലച്ചോറിൽ ആ 3 വയസ്സ് മുതൽ ഇൻബിൽറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മതവുമായിട്ടാണ് അവരിവിടേക്ക് കുടിയേറിയത്. എങ്ങനെയുണ്ട്? പിന്നെ എങ്ങനെ ശരിയാകുമെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പിന്നീട് അവരതൊക്കെ മാറ്റി. ശരി, ഇവർക്ക് മനുഷ്യന്മാരായ പോലെ അവകാശമുണ്ടല്ലോ. അവർ മതേതരത്വം പഠിച്ചു വളർന്നവരായതുകൊണ്ട് മറ്റു മതവിശ്വാസികളെ മതം മാറ്റി നിർത്തി മനുഷ്യന്മാരുടേതായിട്ടുള്ള പരിഗണനകൾ നൽകണം എന്നിവർ മനസ്സിലാക്കിയത് കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന എല്ലാ രക്ഷയും സുരക്ഷയും ഒക്കെ അംഗീകരിച്ച് റെഡിയാക്കി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് ഭക്ഷണ പൊതികളുമായി വരുന്ന ആളുകൾ കാണുന്നത് ആ വെള്ള മതിലുകളിൽ മുഴുവനും അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ആ ചർച്ച് മുഴുവനും. അങ്ങനെ അറബി അറിയുന്ന ആളെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇതൊക്കെയാണ് ഇവർ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ കവാടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇവരെ ആര് പിടിച്ചു കയറ്റും? ഇവർക്ക് ആരഭയം നൽകുമെന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ മറ്റൊരു ചർച്ചിൽ കുർബാന നടക്കുന്ന സമയത്ത് ഒരു പുരോഹിതൻ കയറി വരുന്ന മുസല്ലയുമായി അവിടെ നിന്ന്, ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹം മുസല്ലയിട്ട് ഉറക്ക തക്ബീർ വിളിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഇയാൾ നിന്ന് നമസ്കരിക്കുന്നു. ആ നമസ്കരിച്ച് തീരുന്നതുവരെ ആ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം നിശബ്ദമായി നിന്നു. അയാൾ കുറേ സമയമെടുത്തു. നമസ്കരിച്ച് അയാൾ തിരിച്ചു പോകുന്നത് വരെ ഇവർ കുർബാന നിർത്തിവെച്ചു. ഒരു അസഹിഷ്ണുതയും കാണിച്ചില്ല. ഇപ്പോൾ ദാ കോടാനുകോടി ആളുകൾ പങ്കെടുക്കുന്ന 50 കോടി ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞു. ആ കുംഭമേളയിൽ ഒരു മുസ്ലിം, അയാൾക്ക് അവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. മിനയിൽ ജംറയിൽ കല്ലെറിയുന്ന സമയത്ത്, ഹജ്ജിൽ തൊവാഫ് ചെയ്യുന്ന സമയത്ത് കഅബയ്ക്ക് ചുറ്റും ഏതെങ്കിലും ഒരു അമുസ്ലിം വരേണ്ട കാര്യമുണ്ടോ? അതുപോലെ മഹാകുംഭമേളയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആളവിടെ മുസല്ലയിട്ട് നമസ്കരിക്കുന്നത്. എന്നിട്ട് പോലും ഒറ്റ അമുസ്ലിങ്ങളും ഇവര് പറയുന്ന കാഫിറുകൾ, നരകത്തിന്റെ തീക്കുള്ളികൾ, അവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പോയിട്ടില്ല. ശരി, അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം നമസ്കരിക്കുന്നതോടെ പലരും വീഡിയോ എടുത്തു. എന്നിട്ട് പലരും സൈനിക ഉദ്യോഗസ്ഥരോടും മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരോടും വോളണ്ടിയേഴ്സിനോടും ഒക്കെ പരാതി പറയുകയല്ലാതെ ഇദ്ദേഹത്തിന്റെ ആരാധനയെ തടസ്സപ്പെടുത്തിയിട്ടേയില്ല. കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് തട്ടിപിടിച്ചത് പറയുന്നതല്ലാതെ മറ്റ് അവിടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ചുറ്റുമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ഇതുവരെ ഒരു ചാനലിലോ ഒരു വാർത്താ മാധ്യമത്തിലോ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടോ അതിനെ ചുറ്റിപ്പറ്റി പിന്നെ വിവാദമായതോ പ്രശ്നമായതോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. അതിന്റെ അർത്ഥം, ഇതിന്റെ പോസിറ്റീവ് വശം മാത്രം പറയാൻ ഞാൻ തൽക്കാലം താല്പര്യപ്പെടുന്നുള്ളൂ. കാരണം പോസിറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ച ഒരിക്കലും മെക്കയിൽ കാണാൻ സാധ്യമല്ല. ഒന്നാമതേ മെക്കയിലേക്ക് മുസ്ലിം ആയിട്ടുള്ള ആളുകളെ കടത്തിവിടത്തില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച, അതായത് മുസ്ലിം അല്ലാത്ത മറ്റൊരാൾ മെക്കയിൽ അവന്റെ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഒരിക്കലും കാണാനാവില്ല. ഇനി ഇത് തന്നെ വത്തിക്കാനെ പറ്റി പറയുമ്പോഴും ഇത് തന്നെ, അവിടെ മറ്റു മതസ്ഥർക്കൊക്കെ കയറാം. നമുക്കറിയാം, പല ഭരണാധികാരികളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അവിടെ ചെന്ന് മാർപ്പാപ്പയൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല. പക്ഷെ മറ്റു മതസ്ഥർക്ക് ചെല്ലാമെങ്കിലും അവരാരും അവിടെ ചെന്നിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ പരിസരത്ത് വെച്ചൊന്നും അവർ പ്രാർത്ഥിക്കുക ഇതുപോലുള്ള യാതൊരു പ്രവർത്തനവും കാണിക്കാറില്ല. ഇനി നമ്മൾ ഇതിന് പുറത്തോട്ടൊക്കെ പോകുന്നത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ സിഖുകാരുടെ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞ അവരുടെ പവിത്രമായിട്ടുള്ള ആരാധനാലയമുണ്ട്. അവിടെ എല്ലാ മതസ്ഥർക്കും കയറാം. പക്ഷേ അവിടെ അതിനകത്തേക്ക് കാല് വെക്കുമ്പോൾ മുതൽ അവർ സിഖുകാരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മൾ സിനിമയിലും ടിവിയിലും കണ്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു തുണിയെടുത്ത് തലയിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ചെവിയുടെ ഇതിലും വഴി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കൈയും കാലും മുഖമൊക്കെ കഴിയും അവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ ചെല്ലുക. പിന്നെ അവിടെ ഈ റൊട്ടിയോ ചപ്പാത്തിയോ ഒക്കെ കിട്ടും, അതൊക്കെ എടുത്ത് കഴിക്കാം. പിന്നെ അവിടെ ഇവിടെ അമുസ്ലിങ്ങളുടെ ആരാധന നടക്കുന്ന സമയത്ത് ഒരു കാക്ക കയറി വന്ന് നമസ്കരിച്ചാൽ തകരുന്നതല്ല ഹിന്ദുക്കളുടെ മതവിശ്വാസവും അവരുടെ വ്രതശുദ്ധിയും പവിത്രതയും. അതവർ തെളിയിച്ചു സഹിഷ്ണുതയോടെ. മഹാകുംഭമേളയിൽ കാക്ക വരേണ്ട കാര്യമുണ്ട്. ലോകത്ത് എല്ലായിടത്തും കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികൾ നിർമ്മിച്ചിട്ടിരിക്കുമ്പോൾ കാഫിറുകളുടെ മണ്ണിൽ വന്നിട്ട് കാഫിറുകളുടെ ഇടയിൽ നമസ്കരിച്ച് പ്രഹസനമുണ്ടാക്കി പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇത് ചെയ്യുന്നവനല്ല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, ഇത് പറയുമ്പോൾ നമ്മളാണ് കുത്തിത്തിരിപ്പുകാർ. നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതെ, പെട്ടെന്നൊന്നും തൂത്താലൊന്നും മാറത്തില്ല കേട്ടോ. ക്രമേണ ശരിയായിക്കോളും. നന്ദി.